നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ 50% സബ്സിഡിയോടുകൂടി കോഴിക്കോട് ജില്ലയിൽ വനിതകൾക്ക് നൽകുന്ന ഹോണ്ട ആക്റ്റീവ ഇരുചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു. കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഷാമിൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 1000 വനിതകൾക്ക് 50% സബ്സിഡിയോടുകൂടി 1000 ഇരുചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വുമൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം 1,20,000 രൂപ വിലയുള്ള ഹോണ്ട ആക്റ്റീവ ഇരുചക്ര വാഹനം 56,000 രൂപ നിരക്കിലാണ് നൽകുന്നത്. കോഴിക്കോട് ജില്ലയിൽ നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം എരഞ്ഞിപ്പാലം ജവഹർ നഗർ ഹൌസിംഗ് കോളനിയിലെ നെഹ്റു പാർക്കിലെ അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഷാമിൻ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ സ്കൂട്ടർ കൊടുക്കുന്നത്. നമുക്കറിയാം, മിക്കവരും ജോലിക്ക് പോകുന്ന അമ്മമാര് പലരും രാവിലെ എണീറ്റ് 2 മണിക്കൂർ അരമണിക്കൂർ ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷെ രാവിലെ എണീറ്റ് ബസ്സിൽ പോയി കുറെ നേരം നിന്ന് കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും ഈ ബസ്സിലുള്ള യാത്രയിൽ കഷ്ടപ്പെട്ട് തിരിച്ചെത്തുമ്പോൾ ഒരുപാട് വീണ്ടും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് പല വീടുകളും ഉള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ശരാശരി വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, ഒന്നൊരു ജോലി, പിന്നെ ചെറിയ വീട്, പിന്നെ ഒരു ചെറിയ വാഹനം, ഇതൊക്കെ ഒരുതപ്പെട്ട എല്ലാവർക്കും ഉള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വാഹനം ഉണ്ടാവും, ചിലപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടാവും, മക്കൾ ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പൊ മിക്കവാറും അമ്മയുടെ ആഗ്രഹമാണ് ആദ്യം മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിപ്പോ ഒരു സ്കൂട്ടർ വാങ്ങുന്നതിൽ ബഡ്ജറ്റ് വീട്ടിലെ കുടുംബ ബഡ്ജറ്റ് താളത്തിരിച്ചുകൊണ്ട് പലപ്പോഴും അമ്മമാരുടെ ഒരു ചെറിയ ആഗ്രഹമാണ് മാറ്റി വയ്ക്കാൻ. ചടങ്ങിൽ ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VK വിജയൻ സ്വാഗതം പറഞ്ഞു. നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കൗൺസിൽ മെമ്പർ ബേബി കിഴക്കേഭാഗം അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സെക്രട്ടറി PS രാഗേഷ്, നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.